വിശദമായി കടക്കുമ്പോൾ ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും പങ്കാളിത്തവും നിരീക്ഷിക്കാൻ AICC നിയോഗിച്ച ഒബ്സർവേഷൻ ടീം സംസ്ഥാനത്ത് സജീവമാവുകയാണ്. ഹൈക്കമാൻഡ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് നിരീക്ഷക സംഘം AICC പ്രതിനിധിക്ക് കൈമാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ അടക്കം ഈ റിപ്പോർട്ട് സ്വാധീനിക്കുമെന്നാണ് സൂചന. നോക്കാം ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കാലുവാരലും വിഭാഗീയ പ്രവർത്തനങ്ങളും നടത്തുന്ന നേതാക്കളെ നിരീക്ഷിക്കുകയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ച ഒബ്സർവേഷൻ ടീമിന്റെ പ്രധാന ദൗത്യം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരസഭകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നേതാക്കളുടെ ഇടപെടലുകളും സൂക്ഷ്മമായി നിരീക്ഷക സംഘം വിലയിരുത്തും. എല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷക സംഘം AICC പ്രതിനിധിക്ക് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. ചുമതലകളിൽ ബോധപൂർവം വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചേർക്കലിലും വോട്ടുറപ്പിക്കലിലും നേതാക്കളുടെ സജീവ ഇടപെടൽ വേണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. 2026 അഭിമാന പോരാട്ടത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ മാനദണ്ഡമായി മാറുമെന്നാണ് AICC നേതൃത്വം നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത്. കേരളത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഹൈക്കമാൻഡ് നേരിട്ടുള്ള നിരീക്ഷണത്തിലെന്നത് നേരത്തെ തന്നെ ഉണ്ടായ ചില നീക്കങ്ങളുടെ ഭാഗമാണ്. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ഡാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. കാരണം തദ്ദേശത്തിന് ശേഷം ചുരുങ്ങിയ മാസങ്ങളാണ് നിയമസഭയിലേക്കുള്ളത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത കൂടിയാണ്. അതുകൊണ്ട് തദ്ദേശത്തിൽ ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് വിധി നിയമസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ നീക്കത്തിന് പിന്നിൽ AICCയുടെ എന്തൊക്കെ ഇടപെടലുകളാണ് ഉണ്ടാവുക? എന്താണ് ഈ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലുമെല്ലാം ഈ ടീമിൻ്റെ നിരീക്ഷണം ഉണ്ടാകുമോ? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം സ്വാധീനിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രാധാന്യത്തോടെ ഹൈക്കമാൻഡ് നേതൃത്വം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ നോക്കിക്കാണുന്നത്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിൽ KS ശബരിനാഥിന് പുറമെ മറ്റ് ചില മുതിർന്ന നേതാക്കളോടും, അതായത് പരിചിതമായ ചില പ്രമുഖ മുഖങ്ങളോടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ അതിന് വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ളതിനാൽ ഇപ്പോൾ മത്സരരംഗത്തേക്ക് വരാൻ കഴിയില്ല എന്നൊരു നിലപാട് മുതിർന്ന നേതാക്കളെ, അതായത് AICC പ്രതിനിധികളെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. അതിൽ നേതൃത്വത്തിന് ചെറിയ അമർഷമുണ്ട്. അത്തരമൊരു സമീപനം മുതിർന്ന ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായതിൽ അതിന് ഈ മുതിർന്ന നേതാക്കൾ, മത്സരത്തിന് പിന്മാറിയ മുതിർന്ന നേതാക്കൾ പറഞ്ഞ രണ്ട് ന്യായങ്ങളിലൊന്ന്, ഈ സംഘടനാ തലത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഒരു വാർഡിൽ നിന്ന് തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ടായാൽ അത് തങ്ങളുടെ നിയമസഭാ സീറ്റ് മോഹത്തെ ബാധിക്കുമോ എന്ന് വലിയ ആശങ്ക സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിനുണ്ട്. അതായത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടക്കുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും, അതായത് വോട്ട് ചേർക്കുന്ന നടപടികൾ, വോട്ട് ഉറപ്പിക്കാനായി ചെയ്യുന്ന കാര്യങ്ങൾ, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സീറ്റ് ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ പോയവർ ഏത് തരത്തിലാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നത് എന്നതടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഒരു ഒബ്സർവേഷൻ ടീം സംസ്ഥാനത്ത് AICCയുടെ നിർദ്ദേശപ്രകാരം സജീവമാകുന്നത്. ആ ഒബ്സർവേഷൻ ടീം ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഏത് തരത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ ഭാരവാഹിത്വത്തിലുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഏത് ദിശയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഈ കാലുവാരൽ ശ്രമങ്ങൾ രഹസ്യമായി ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി അവർ വിലയിരുത്തുകയാണ്. അതിനുശേഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC പ്രതിനിധിക്ക് ഈ റിപ്പോർട്ട് ഈ ടീമിന്റെ നേതൃത്വം കൈമാറും. അതിനുശേഷമായിരിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കോൺഗ്രസിന്റെ വേര് കേരളത്തിന്റെ മണ്ണിൽ ഉറയ്ക്കുമോ ഇളകുമോ എന്ന് ദിശ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് 2026 അതുകൊണ്ട് തന്നെയാണ് അതിന്റെ സെമി ഫൈനലായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അത്ര കണ്ട പ്രാധാന്യം അർഹിക്കുന്നു എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം
തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. അവിടെ അടക്കം ഈ ഒബ്സർവേഷൻ ടീമിന്റെ കൃത്യമായ നിരീക്ഷണം സൂക്ഷ്മമായി തന്നെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ, ഒരു ഡാനിലേക്ക് തിരികെ വരാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നൊരു തോന്നൽ ഈ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് തുടക്കമിട്ട ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ നേരത്തെ ഒരുങ്ങുക എന്ന ഇത്തവണത്തെ പദ്ധതി അത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാകുമോ? ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അത് നല്ല എല്ലാ സ്പീഡിലും നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ എല്ലാം ഒരു ഡിസ്കഷനിലൂടെയാണ് തീരുമാനങ്ങൾ എത്തേണ്ടത്. അതുകൊണ്ട് അതിൻ്റെതായ സ്വാഭാവികമായ സമയമല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം കാൻഡിഡേറ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്ത ഞങ്ങളാണ്. ഞങ്ങൾ മറ്റ് കോർപ്പറേഷനിലൂടെ ആ നിലയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഡിസ്കഷൻസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിലവിലുള്ള തദ്ദേശ ചിത്രം പരിശോധിക്കുമ്പോൾ നഗരസഭകളിൽ ഒരു അല്പം ഭേദപ്പെട്ട നില UDFനുണ്ട്. നിലവിലുള്ള ചിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിലോ കോർപ്പറേഷനുകളിലേക്കോ പോയാൽ അതല്ല. അപ്പോൾ ഇതിനൊരു സ്ട്രാറ്റജി, ഒരു ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്ര ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ആവണം, അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടോ? അല്ല, ജില്ലാ പഞ്ചായത്ത് മാത്രം. കേരള ജനസമൂഹത്തിന്റെ ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ ഓരോ ഭാഗത്തുള്ള കാര്യങ്ങളെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്. കേരള ജനസമൂഹം ഈ ഗവൺമെന്റുമായിട്ട് ഒരിക്കലും യോജിക്കില്ല. 10 കൊല്ലം ചെയ്യാത്ത എന്ത് മഹാത്ഭുത ഇനി അവർ ചെയ്യാൻ പോകുന്നത്. 15 കൊല്ലത്തേക്ക് കൂടെ നീട്ടണം എന്ന് പറയുന്ന ആളുകൾ ഈ 10 വർഷം ചെയ്ത മഹാത്ഭുതത്തൊക്കെ അവർ ഒന്നും ചെയ്യാനില്ലല്ലോ. എന്ത് കാര്യമാണ് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? പട്ടിണിക്ക് കുറവുണ്ടോ? എവിടെയെങ്കിലും ബാനർ കിട്ടുകയും പട്ടിണിയില്ലാത്ത കേരളം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും കാര്യത്തിന് തീരുമാനമാകുമോ? ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധര വ്യായാമത്തിന്റെ ഭാഗം മാത്രമാണ്. അതൊന്നും സക്സസ്ഫുൾ ആവില്ല. കേരളത്തിലെ നല്ല ഓർമ്മശക്തിയുണ്ട്. ഈ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ അത്ര പ്രാധാന്യത്തോടെ കണ്ടിരുന്നോ എന്നൊരു സംശയം പൊതുവിൽ വിമർശന ബുദ്ധിയാ ഉയർന്നു വന്നിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഞങ്ങൾ സീരിയസ് ആണ് എന്ന് തോന്നൽ നിങ്ങൾ തുടക്കത്തിൽ ഉളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ AICCയുടെ ഒരു നിരീക്ഷക സംഘമൊക്കെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നേതാക്കൾക്കിടയിലേക്കെല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് ഫോണിൽ ലഭ്യമാവുന്നില്ല. ഡാൻ, നമ്മൾ ചോദിച്ചു വന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചോദിക്കാൻ ശ്രമിച്ചതും അതാണ്, അവരുടെ ഒരു ടാർഗറ്റിനെ കുറിച്ചാണ്. പക്ഷേ അവർ അതിലേക്ക് വരുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ് ഡാൻ, ഈ തിരുവനന്തപുരത്ത്, കോഴിക്കോട് ഒക്കെ അവരുടെ ഒരു പ്രത്യേക തയ്യാറെടുപ്പുകളുണ്ട്. കൊച്ചിയിലെ വിമതശല്യം ഒഴിവാക്കുക, അങ്ങനെയുള്ള വലിയൊരു ടാർഗറ്റ് ഉണ്ട്. ഇത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള എന്ത് പരിശ്രമമാണ്, എന്ത് നീക്കമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാവുന്നത്? കാരണം തിരുവനന്തപുരത്തെ ഒരു തുടക്കമെടുക്കുക, തിരുവനന്തപുരത്തെ വിജയസാധ്യതയ്ക്കപ്പുറം ഞങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നൽ ഉളവാക്കാനെങ്കിലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് ഇതിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇതിന് ടാർഗറ്റ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ടീം റെഡിയാണോ കോൺഗ്രസിന്? അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രായോഗികമായ ഇടപെടലുകളാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലടക്കം കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഔദ്യോഗികമായി അവർ അത്തരത്തിൽ പരസ്യമായ പ്രതികരണങ്ങളൊന്നും മുതിർന്ന നേതാക്കൾ നടത്തുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ പ്രതിപക്ഷത്തേക്കെങ്കിലും തിരിച്ചു വരാൻ കഴിയണം തിരുവനന്തപുരത്ത്. അങ്ങനെയാണെങ്കിലും അതൊരു വലിയ വിജയം തന്നെയാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. UDF ക്യാമ്പ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം വെറും 10 സീറ്റ് മാത്രമായി ഒരു ബെഞ്ചിലേക്ക് ഒതുങ്ങിപ്പോയ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനെ തിരികെ ഒരു 30-നും 40-നും ഇടയിലുള്ള സീറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു നേട്ടമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. അവിടെ ഭരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ശക്തമായ പ്രതിപക്ഷമായാൽ അതിന്റെ അലയൊലികൾ 3-4 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും അതിന്റെ കൃത്യമായ സ്വാധീനമുണ്ടാകും എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ യുവമുഖങ്ങളുടെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെയും ഒക്കെ ഒരു ബ്ലെൻഡ് സജ്ജമാക്കിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലടക്കം മുതിർന്ന നേതാക്കളെ, അതായത്